ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 63:3-4 തിരുവചനം. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ബൈബിളിലൂടെ കണ്ണോടിച്ച് ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനം 9:2 പറയുന്നു, ദാവീദ് സ്തുതിക്കുകയാണ് ദൈവത്തെ. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും, അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 150:4 പറയാണ്, തപ്പുകൂട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുടിലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെയോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെയോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സങ്കീർത്തനം 100:4 പറയാണ്, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. യൂദിത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. തമ്പുരുമീട്ടി കൈത്താളം കൂട്ടി നവകീർത്തനം ആലപിക്കുവിൻ എന്നാണ് യൂദിത്ത് പറയുന്നത്. മാതാവ് കർത്താവിന് സ്തോത്രഗീതം പാടി സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തില് മാലാഖമാര്, സ്വർഗനിവാസികള്, ദൂതന്മാര്, സ്ലീഹന്മാര് ഇവരെല്ലാം ദൈവത്തെ അനവരതം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഹല്ലേലിയ ഹല്ലേലിയ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിരന്തരം അവിടുത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിനെ ഹല്ലേലിയ ഹല്ലേലിയ, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വാഴ്ത്തിപ്പാടി നമുക്കും സ്തുതിക്കാം. അപ്പോൾ എന്ത് പറയാൻ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അതുപോലെ ഹെബ്രായർ 13:15 പറയാണ്, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അർപ്പിക്കാം. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ നമുക്ക് അർപ്പിക്കാം. യെശയ്യാ 25:1 പറയാണ്, കർത്താവേ, അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. റോമ 12:1-2 തിരുവചനം പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുന്ന് നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിനെ സ്തുതിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് അനുദിനം എഴുന്നള്ളി വരുന്നതിന്, അതുപോലെ ബലിയർപ്പിക്കാൻ കൃപ നൽകുന്നതിന്, നമുക്ക് കുടുംബജീവിതം നൽകിയതിന്, ഭർത്താവിനെ നൽകിയതിന്, കുഞ്ഞുമക്കളെ നൽകിയതിന്, മക്കളുടെ പഠനത്തിന്, മക്കളുടെ ജോലിക്ക്, രോഗമുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ദാനിയേൽ 4:37 പറയുന്നു, നബൂഖദ്നേസറായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിന്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു രാജാവായ നബൂഖദ്നേസർ വരെ സ്വർഗത്തിന്റെ രാജാവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. അതുപോലെ 3 യുവാക്കന്മാര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തീജ്വാലകളുടെ മധ്യേ നടന്നു. അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അവർ പറയുന്നു, വിശുദ്ധരെ, വിനീത ഹൃദയരെ, കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്വർഗത്തിലെ ദൂതന്മാര് ഇറങ്ങി വന്ന്
ആ തീജ്വാലയുടെ മധ്യേ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ആ തീപന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മത്തായി 4:10 പറയാണ്, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 4:23-24 പറയാണ്, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ലൂക്കാ 4:8 തിരുവചനത്തിൽ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 42:11 പറയാണ്, എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 2 കൊറിന്തോസ് 1:3 തിരുവചനം പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകലത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യോബ് 1:20-21 പറയാണ്, യോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചുകീറി ശിരസ് മുണ്ഡനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ യോബ് കർത്താവിനെ സ്തുതിക്കുന്നു, 3 യുവാക്കന്മാര് കർത്താവിനെ സ്തുതിക്കുന്നു, യൂദിത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സങ്കീർത്തകൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കരങ്ങൾ താഴ്ന്നു പോയപ്പോഴത്തേനും അമലേക്യർക്കായിരുന്നു വിജയം. അപ്പം നമുക്കും എല്ലാ കാര്യങ്ങളിലും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ആരാധനയിൽ ദൈവത്തോട് കൂടെയായിരിക്കാം. നമ്മളൊന്നും പ്രാർത്ഥിക്കണം, നമ്മൾ അവിടുത്തെ മുമ്പിലിരുന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളധികം പ്രാർത്ഥന അധികം വേണ്ട, അവാദ്യമായ നെടുവീർപ്പുകളിൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് യേശുവോടത്ത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരിൽ ഇറങ്ങി വരും. സ്തുതിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും സ്തുതിക്കാം, നന്ദി പ്രകാശിപ്പിക്കാം. ഇന്ന് മുതൽ നമ്മൾ നന്ദിയുള്ളവരായി മാറാം. ഒരു കുഞ്ഞു കാര്യം തന്നെ നമുക്ക് തന്നാലും നമുക്കതിന്, അത് കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കാം. സ്തുതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് കർത്താവ്. സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവനെ നമുക്ക് ഹല്ലേലൂയ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് മാലാഖമാരോടും സ്വർഗനിവാസികളോടും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ അനവരതം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നമുക്കും അവിടുത്തെ സ്തുതിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. എന്നെ ശ്രവിച്ച, എന്റെ വചനം ശ്രവിച്ച എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പ്രകാശിപ്പിക്കട്ടെ. താങ്ക് യു.